എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യുന്ന ഒരു വർക്കാണ്. ഇതിന് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഇതുപോലൊരു വയർ ബോ നമുക്ക് വേണം. അതുപോലെ തന്നെ 2 എൻഡ് ബീഡ് വേണം. പിന്നെ വേണ്ടത് കളർ ബീഡ്സ് ആണ്. കളർ ബീഡ്സ് നമുക്കിഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു മിക്സഡ് കളറായിട്ടാണ് എടുത്തിരിക്കുന്നത്. മിക്സഡ് കളറാകുമ്പോൾ കുട്ടികളുടെ ഉടുപ്പിനൊക്കെ ഏത് ഉടുപ്പിനും ചേരുന്ന ഡ്രസ്സിനും ചേരുന്ന രീതിയിൽ നമുക്ക് ഹെയർ ബാൻഡ് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഈ വയർ ബോയുടെ സൈഡിൽ നമുക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു എൻഡ് ബീഡ് ഒട്ടിച്ച് കൊടുക്കാം. എൻഡ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഈ വയർ ബോയുടെ ഈ കമ്പി ഇങ്ങനെ നീണ്ടു നിൽക്കരുത്. അതെല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഷോപ്പ് ഓർഡറൊക്കെ എടുക്കുമ്പോൾ അവരിത് നോക്കും. നമ്മളായാലും ഒരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ നമ്മളും എന്തെങ്കിലും ഡാമേജ് ഉള്ളതാണോ, കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെല്ലാം നമ്മളും ചെക്ക് ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഹെയർ ബാൻഡ് മേക്കിങ്ങിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കേസും കൂടാണത്. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം മാറ്റി വെക്കാം. നന്നായിട്ട് സ്റ്റിക്കായതിന് ശേഷം നമുക്ക് ഓരോ ബീഡ്സ് വീതം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബീഡ്സ് അറേഞ്ച് ചെയ്യുമ്പം ഒരേ കളർ തന്നെ 2-3 എണ്ണം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ ഷോപ്പ് ഓർഡറോ അങ്ങനെയൊക്കെയാണ് ഇവർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ വയർ ബോയിൽ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ ബീഡ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഫുള്ള് ബീഡ്സ് ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഇത് ബീഡ്സ് ഫുൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ബീഡ്സ് കവർ ചെയ്തതിന് ശേഷം ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എൻഡ് ബീഡ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫുൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ലൈറ്റ് കളറും ബ്രൈറ്റായിട്ട് വരുന്ന കളേഴ്സും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബീഡ്സ് അനങ്ങാതെ നല്ല സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ അനങ്ങാൻ ചാൻസ് ഉണ്ട്. ചില കസ്റ്റമേഴ്സിന് അതിഷ്ടമല്ലായിരിക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് തന്നെ ചോദിച്ച് നോക്കുക, ഇതെങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വേണോ അതോ അല്ലാതെ വേണോ എന്ന്. ഇത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ ഷോപ്പ് ഓർഡറിന് കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്താണ് ആദ്യത്തെ 3 എണ്ണം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡിസൈനും ഡിഫറെൻ്റ് ആണ്. നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഷോപ്പ് ഓർഡർ ഒത്തിരി കിട്ടും. കാരണം കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഒരു അത്യാവശ്യം ഏജായ കുട്ടികൾക്ക് വരെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കായാലും ഇഷ്ടമായിരിക്കും ഇത് വെക്കാൻ. കാരണം സിമ്പിളുമാണ്. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന കളേഴ്സ് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും. ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.